കടലക്കറി ഒന്ന് വൈറ്റിട്ട് പറഞ്ഞോ. കടലക്കറിയാണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച്. 12 പേരൊക്കെ. ഞാൻ ആണല്ലോ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചേച്ചിക്കുട്ടിയാണ്. നമ്മുടെ ചേച്ചി ആലപ്പുഴയാണ് ഉള്ളത്. ചേച്ചിയുടെ വീട്. ഞങ്ങളൊരു അമ്മക്കിളിയാണ്. ഞങ്ങള് ലവാണ് ഗൈസ്, ലവ്. അപ്പൊ രണ്ടാമത്തതും കുത്തിട്ട് കണ്ടോ. എന്റെ പ്രോബ്ലം ഞാൻ വിചാരിച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ല എങ്ങനെ ശരിയാവും? എന്താ ഒരു കാര്യം ചേച്ചി അവിടെ ഉണ്ടായി. ഞങ്ങളൊക്കെ വിചാരിച്ചിട്ട് ശരിയാവും. ഇനിയും ജോലി എനിക്ക് അറിയിച്ചാണ്. ഞങ്ങൾ എവിടൊക്കെ തല്ലിന് പോക്കുണ്ടാറേ ചേച്ചി. ഞങ്ങളുടെ ചരിത്രം നിനക്കറിയുമ്പോ ജോ പറഞ്ഞു കൊടുക്ക കുട്ടിക്ക്. ജോ പോയോ? ജോനൊരാവശ്യത്തിന് വെക്കുമ്പോ ജോനെ കാണൂല. ജോര മുങ്ങലാണ് ഇടക്ക്. ഓ ഉണ്ണിയേട്ടൻ ചേച്ചിയാണെന്നാണോ പറഞ്ഞത്? സോറി ടോ എന്ന് പറയണ്ട. അത് നമുക്കറിയില്ലല്ലോ. കാരണം ഇതിലൊക്കെ പേരായതുകൊണ്ട് ഇവിടെ ആളെ കാണില്ലല്ലോ. അപ്പൊ ചോദിക്കും, ഞാൻ ചോദിക്കൂട്ടോ. ഇപ്പൊ ആരെങ്കിലൊക്കെ മെസ്സേജ് അയച്ചാലും ചോദിക്കും, എന്റെ ചേട്ടനാണോ, എന്റെ അനിയനാണോ, എന്റെ അനിയത്തിയാണോ, ആരാണെന്ന് ഞാൻ അങ്ങനെ ചോദിക്കലാണ്. കാരണം നമ്മളെ അറിഞ്ഞുകൊണ്ട് ഇതാക്കാൻ പാടില്ലല്ലോ. ആ ചരിത്രമാണോ ഇപ്പൊ വീട്ടിൽ പുട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്യാ, ചരിത്രം പുട്ടുകുത്തിക്കൊണ്ടിരിക്കാണ്. ജോ പറഞ്ഞു കൊടുക്ക്. നെറ്റ് പ്രശ്നമുണ്ട്. ഞാൻ ഇവിടുന്ന് ഒന്ന് പോട്ടത് കഴിഞ്ഞു. ഇവിടുന്ന് ഒന്ന് പോട്ടെ. ശരിയോ കേട്ടോ. ഇതിപ്പോ കഴിയും. ഇപ്പൊ കഴിയൂട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് മാറാം. അത് നല്ലത്. മിസ്സിസ്, എന്റെ പേര് സാംസം എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രം. ഇപ്പോ പുറത്താണ് എന്ന് പറഞ്ഞിട്ടോ. എല്ലാരും കൂടി ആ കുട്ടീനെ പുറത്താക്കിയെന്നാണ് ഗൈസ് നമ്മളോട് ഇപ്പൊ പറയണത്. ആ കുട്ടി ട്രിവാൻഡ്രത്താണുള്ളത്. പക്ഷെ ആ കുട്ടീനെ പുറത്താക്കി ഗൈസ് ഈ ഒരു പ്രശ്നം കൊണ്ട്. നമ്മളിവിടെ കട്ട ഫ്രണ്ട്സുകളായിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു കുടുംബം പോലെയാണ്. നമ്മളെ ലൈഫിക്ക് വരുന്നവരും നമ്മളെ കട്ട. അപ്പം അതുപോലെ ഒരു മെമ്പർ തന്നെ ആയിരിക്കും നിങ്ങളും. ആര് വന്നാലും അങ്ങനെ തന്നെ ഇക്കാലത്ത് നമുക്ക് ഇഷ്ടപ്പെടാണോ സംസം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഉണ്ണി ചേച്ചി അതിനെ പുറത്താക്കി. അതാണ് സത്യാവസ്ഥ. ഷേ അല്ലാത്തത് സീന്. അയ്യ പുറത്തെന്ന് പറഞ്ഞ അത് ശരി. അങ്ങനെ പറയും മലയാളത്തിൽ. വിദേശത്ത് എടാ വിദേശത്തിരുന്ന് ചാറ്റ് ചെയ്യണ കള്ള. അത് ശരി, അങ്ങനെ പറ. നമ്മുടെ റഷീദ്ക്ക വന്നിട്ടുണ്ട്. റഷീദ്ക്ക ഹായ് പറയണ്ട്. ഹലോ റഷീദ്ക്ക, ചായ കുടിച്ചോ? ഹായ് ഡെവിൽ ബോയ്. ഞാൻ കാണാത്തൊരു ഡെവിൽ ബോയ്. അതായത് ജോ അതാരാ? അങ്ങനെയൊക്കെയാണ് ഗൈസ്. അനക്കിപ്പോൾ നിക്കാത്ത മക്കനെയാണല്ലേന്ന് ചോദിക്കണ്ടില്ലേ? അത് ഗൈസ് നമുക്ക് ഇങ്ങനെ ശീലമായതാണ്. ഇങ്ങനെ ശരിയാക്കി ചില സമയത്ത് മുഖത്ത് നോക്കുമ്പോ ഇത് ഇങ്ങനെയെന്ന് തോന്നി ഇരിക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെ ശരിയാക്കി. ജോ ചേട്ടാ ഹായ് എന്ന് പറഞ്ഞിട്ടോ. ജോ ചേട്ടനല്ല ചേച്ചിയാണ് കേട്ടോ. എന്റെ മോനെ ഇതൊക്കെ ഒരു രസമല്ലേ? പിന്നെ ഇതൊക്കെ സില്ലി മാറ്റർ. നമ്മൾ ഇനി ഇതിനെക്കാട്ടും വലുത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വരാൻ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതിങ്ങനെ നെഞ്ചു പിരിച്ചു നിന്ന് ഏറ്റെടുത്ത് വാങ്ങണം. എന്നെ പോലെ ഞാനൊക്കെ അറിഞ്ഞ എന്റെ മോട്ടിവേറ്റർ. എന്താണ് പ്രശ്നം ഉണ്ണി ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. അത് പിന്നെന്താണ് ഓന് പറയാ നമ്മള് കോമാളിയാണ് എന്നൊക്കെ പറയാം. തട്ടം ഒന്ന് മാറ്റുമോ? ഈജിപ്ഷ്യൻ മമ്മിയെ പോലെ ഉണ്ട്. കോലിന്റെ ഒരു പ്രശ്നം കുറവ് വേണ്ട. അല്ല കോല് വേണല്ലോ അവർക്ക്. എന്താ കുട്ടികളെ, ഞാൻ രണ്ടാൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അവിടെ നിൽക്കേ ഒരുപാട് ഒന്ന് കുട്ടട്ടെ. അങ്ങനെ നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. യുദ്ധം കഴിഞ്ഞ് നമ്മളിഞ്ഞ് ഞാൻ രണ്ടാൾക്കാരെ കാണിച്ചു കേട്ടോ. എന്താണ് പൊണ്ണുട്ടിയെ? ഒരു മിനിറ്റ് വാതിൽ തുറക്കട്ടെ കേട്ടോ. അസിന് എന്താണ് ജോലി? അസ് പെയിന്റിങ് കാണിച്ചത് ആരാണ്? എന്നെ ഒരു ഫേക്ക് ഗൈസ്. ഞാൻ ഒരു കാര്യം കാണിച്ചതാ.
ഇവിടെ സ്ഥിരം ഉള്ളതാണ് ഗൈസ്. അത് എന്താന്ന് വെച്ചാല്